ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ ടേസ്റ്റ് മാത്രമല്ല, നല്ല ഹെൽത്തി ആയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു കിടിലൻ സ്നാക്കാട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ച് ചൂടായിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ക്യാരറ്റ് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതേപോലെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല കേട്ടോ, അതുണ്ടെങ്കിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു 1/2 കപ്പ് ചിരവിയ തേങ്ങ കൂടെ ചേർക്കട്ടെ. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. പിന്നെ മധുരത്തിന് ഞാൻ ശർക്കര ആട്ടോ ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം മധുരമാണ്. അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ശർക്കര നന്നായിട്ട് മെൽറ്റായതിന് ശേഷം അപ്പോൾ അതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് തിളച്ച് വന്ന ശേഷം തീ ഒന്ന് ചെറുതാക്കി ഇട്ടിട്ട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിന് അതേപോലെ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതേപോലെ ഈ ഒരു വെള്ളത്തിലിട്ട് നന്നായിട്ട് ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതൊരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് വേവിക്കാതെ തന്നെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ബോൾസാക്കി എടുക്കുന്നത്. ഞാൻ ഈ ഒരു വലുപ്പത്തിൽ 12 ബോൾസായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ കയ്യിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കും. ഒരുപാട് അങ്ങ് തിന്നാവാൻ വേണ്ട, എന്നാൽ ഒരുപാട് അങ്ങ് കട്ടിയും വേണ്ട. തിന്നായി പോയാൽ പൊട്ടിപ്പോവും, അതേപോലെ കട്ടി ഉണ്ടായാൽ കഴിക്കാൻ ടേസ്റ്റും ഉണ്ടാവില്ല. ആ രീതിയിൽ നമുക്കിതൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ റൗണ്ടിലാട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ടിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ, ഈ ഒരു 12 കറക്റ്റായിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അളവിലേക്ക് ഇതന്നെ മതി. എന്നിട്ട് ഇതാ വാട്ടിയെടുത്ത വാഴയിലയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. വാഴയിലയിൽ ഇങ്ങനെ ആവി കയറ്റിയെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ല. വാഴയില ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വാഴയിലയിൽ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എല്ലാം ഫോൾഡ് ചെയ്തിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റീമർ വെച്ചിട്ട് സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളച്ച ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്കിതെല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ മേലെയായിട്ട് വെച്ചിട്ട് ഒരുമിച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് ആവിയൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് എടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് എടുക്കാം. അടിപൊളിയായിട്ട് തന്നെ ഇത് ആവി കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി പത്തിരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ കുക്കായതാണല്ലോ. അപ്പോൾ അത് അടിപൊളിയായിട്ട് നമുക്ക് ഒന്നങ്ങോട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് എടുക്കാം. ചെറിയ ചൂടോട് കൂടെയോ ചൂടാറിയിട്ടോ ഒക്കെ നമുക്ക് എടുത്ത് കഴിക്കാം. കാണാനും നല്ല മൊഞ്ചാണ്. ഈ ഒരു ക്യാരറ്റൊക്കെ പുറത്തേക്ക് ഇങ്ങനെ കാണുമ്പോൾ കാണാനും നല്ല മൊഞ്ചാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനൊക്കെ പറ്റിയ അടിപൊളിയൊരു സ്നാക്കാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.